ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2013 ഒരു ഫീൽ ഗുഡ് അഡ്വഞ്ചർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ട്രാക്ക് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ മൂവി യഥാർത്ഥ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് അത് അതുപോലെ തന്നെ സിനിമയാക്കുമ്പോൾ കാണുന്ന നമുക്കും എന്തോ ഒരു ഇഷ്ടം ഈ മൂവിയെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ആ ഒരു കഥാപാത്രത്തിനോട് തോന്നും. അതൊരു സാധാരണ പെൺകുട്ടി 2000 കിലോമീറ്റർ മരുഭൂമിയിലൂടെ ഒരാളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു. അവൾ ആ ഒരു യാത്രയിൽ നേരിട്ട പ്രശ്നങ്ങൾ എന്താണ്, അവസാനം ആ ഒരു യാത്ര എങ്ങനെ അവസാനിപ്പിച്ചു, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ മൂവിയിലൂടെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് പെൺകുട്ടികളെ നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും കണ്ടിരിക്കണം. പിന്നെ മൂവിയുടെ ക്ലൈമാക്സിൽ ഒരു സർപ്രൈസും കൂടിയുണ്ട്. അതെന്താണെന്ന് മൂവി അവസാനിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ കഥ പറയാനായിട്ട് ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അധികം താമസിക്കാതെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ? അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക. കൂടാതെ എല്ലാവരും ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അധിക പേര് ലൈക്ക് ചെയ്യുന്നില്ല. ഈ ലൈക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് റെക്കമെൻഡ് ആയിട്ട് ചെല്ലത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആ ഒരു കഥയിലേക്ക് പോവാം. ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോയിനായിട്ടുള്ള റോബിൻ ഡേവിഡ്സണെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഹീറോയിൻ ഉള്ളത് ഓസ്ട്രേലിയയിലെ ഒരു റെയിൽവേ സ്റ്റേഷനിലാണ്. അതുപോലെ ഈ കഥ നടക്കുന്ന കാലഘട്ടം 1975. ഇപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ഹീറോയിന്റെ യാത്ര ആരംഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഹീറോയിന്റെ പിറകെ തന്നെ ഒരു നായയുണ്ട്. അവന്റെ പേര് ഡിജിറ്റി. ഈ യാത്രയിൽ ഹീറോയിനോടൊപ്പം ഡിജിറ്റി ഉണ്ടാവും. അങ്ങനെ ബാഗ് എല്ലാം തൂക്കിയിട്ട് ഡിജിറ്റിയെ ഒരിടത്ത് നിർത്തിയിട്ട് ഹീറോയിൻ പറയും, ഡിജിറ്റി നീ ഇവിടെ നിൽക്ക്, ആ ഒരു ഷോപ്പില് ഞാൻ എന്തെങ്കിലും ജോലി ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അടുത്തുള്ളൊരു ബാറിനകത്തേക്ക് പോകുന്നു. എന്നിട്ട് ആ ഒരു ബാറിന്റെ ഓണറിനോട്, സാർ ഇവിടെ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ പിറകിൽ എൻ്റെ ഭാര്യയുണ്ട്, അവളോട് പോയി ചോദിക്കാൻ പറയും. അങ്ങനെ ഹീറോയിൻ പിറകിലേക്ക് പോയിട്ട് അയാളുടെ ഭാര്യയോട് എനിക്കിതുപോലെ ഇവിടെ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അതെ നിനക്ക് ജോലിയുണ്ട്. അല്ല, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ജോലി വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അതിന് കുറച്ച് പണം ആവശ്യമാണ്. ശരി, നിനക്ക് കിടക്കാനായിട്ട് റൂമോ അല്ലെങ്കിൽ വീടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇതേ ഇതിന് മുകളിൽ തന്നെ ഒരു റൂമുണ്ട്, ഇവിടെ നീ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ആ ഒരു മുറി കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഹീറോയിൻ ഡിജിറ്റിയെ കൂടിയിട്ട് ആ ഒരു മുറിയിലേക്ക് വന്ന് രണ്ടുപേരും അവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ഇപ്പോൾ ഹീറോയിൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണെന്നറിയോ? അവള് ഓസ്ട്രേലിയയിലെ ഒരു വലിയ മരുഭൂമിയുണ്ട്. ആ മരുഭൂമിയിൽ നിന്നും 2000 മൈല് യാത്ര ചെയ്ത് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് പോകാനായിട്ടാണ് അവൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ മരുഭൂമി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലൂടെ യാത്ര ചെയ്യുന്നത് മരണത്തെ ജീവിതത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നത് പോലെയാണ്. അതും ഇപ്പോൾ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഈ കാര്യം ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയുണ്ടാവും? അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം മുതൽ നമ്മുടെ ഹീറോയിൻ ആ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്നു. അപ്പോഴാണ് അവിടെയുള്ളവർ ചോദിക്കുന്നത്, അല്ല നിനക്ക് ഫാമിലി അങ്ങനെയൊന്നുമില്ലെന്ന് ചോദിക്കുമ്പോൾ അവള് പറയും, അല്ല എനിക്ക് ഫാമിലി ഉണ്ട്, അവരെല്ലാവരും നാട്ടിലാണുള്ളത്, അമ്മയില്ല, അച്ഛനും സഹോദരി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഹീറോയിൻ ഇവിടെ നിന്ന് ജോലി ചെയ്യാനുള്ള കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു പണം കൊണ്ട് ഒട്ടകങ്ങളെ വാങ്ങിക്കണം അവൾക്ക്, എന്നാലേ മരുഭൂമിയിലൂടെ അവൾക്ക് യാത്ര ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞ് അവിടെ ജോലി ചെയ്തിട്ട് ഒരു ദിവസം ഹീറോയിൻ അവിടെ ഒരു ബുക്ക് എടുത്ത് വായിക്കുമ്പോഴാണ് ആ ബുക്കിലെ ഇവിടെ അടുത്തായിട്ട് ഒട്ടകത്തെ വളർത്തുന്ന വലിയൊരു ഫാം ഉണ്ട്, അവിടേക്ക് ജോലിക്ക് ആളെ വേണമെന്നുള്ളൊരു പരസ്യം ഹീറോയിൻ അതിൽ കാണും. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് തന്നെ തന്റെ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് ആ ഒരു ഷോപ്പിൽ നിന്ന് തന്റെ ജോലി രാജിവെച്ച് അവൾ അവിടുന്ന് നേരെ ആ ഒരു ഒട്ടകങ്ങളുടെ ഫാം ഉണ്ടല്ലോ അവിടേക്ക് പോവാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ ആ ഒരു ഫാമിലേക്ക് എത്തുന്നു. അങ്ങനെ അവിടേക്ക് വരുമ്പോഴത്തേക്കും അയാളും അയാളുടെ ഭാര്യയും നമ്മുടെ ഹീറോയിൻ അതുപോലെ ജോലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, നിങ്ങൾ എനിക്ക് ജോലി തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്, പക്ഷേ പണത്തിന് പകരം നിങ്ങൾ എനിക്ക് 2 ഒട്ടകത്തെ തന്നാൽ മതി എന്ന് പറയുമ്പോൾ, എന്ത് ഒട്ടകമോ, എല്ലാവരും ജോലി ചെയ്തിട്ട് കാശല്ലേ ചോദിക്കുന്നത്, നിനക്കെന്തിനാ ഈ ഒരു ഒട്ടകം എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഈ ഒരു ആസ്ട്രേലിയയിലെ ഈ ഒരു വലിയ മരുഭൂമിയില്ലേ അത് കഴിഞ്ഞ് എനിക്ക് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എത്തണം, അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് ഒട്ടകം വേണ്ടതെന്ന് പറയുമ്പോൾ, ഹേയ് നിന്നെപ്പോലെ ഒരു സാധാരണ പെൺകുട്ടി ഇത്രയും വലിയൊരു മരുഭൂമി കടക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പോൾ, ആ ഒരു മരുഭൂമി ഇതുവരെയും ആരും ഇതുപോലെ കടന്നു പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും, എൻ്റെ അച്ഛൻ 1935 ആഫ്രിക്കയിലെ കലഹാരി എന്ന് പറഞ്ഞ വലിയൊരു മരുഭൂമിയുണ്ട്, അത് കഴിഞ്ഞ ഒരാളാണ്, അതുപോലെ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറയുമ്പോൾ അയാൾ പറയും, 2 രക്തം ഒന്ന് തന്നെയാണ്, പക്ഷേ ഒരു പ്രശ്നമുണ്ട്, നിന്റെ അച്ഛനെ കൊണ്ട് കഴിയുന്നത് നിന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, കാരണം അദ്ദേഹം ഒരു ആണാണ്, നീ ഒരു പെണ്ണാണ് എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ പറയുമില്ല, എന്നെ കൊണ്ട് അത് എന്തായാലും കഴിയും, എനിക്കിവിടെ ജോലി തന്നു കഴിഞ്ഞാൽ ആ ഒരു ഒട്ടങ്ങളോടൊപ്പം എനിക്ക് നല്ലതുപോലെ ഇടപഴകാൻ പറ്റും, അവരെ പറ്റി പഠിക്കാൻ കഴിയുമെന്നുള്ള പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ നിന്റെ ഇഷ്ടം, ഞാൻ എന്തായാലും അതിൽ തലയിടുന്നില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ അവിടെ ജോലി കൊടുക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ ഈ ഒരു ഒട്ടകങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഓരോ ഒട്ടകങ്ങളെ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താന്ന് വെച്ചാലേ ഇതിൽ ഈ കാട്ടിൽ വസിക്കുന്ന ഒട്ടകങ്ങളുണ്ട്, മരുഭൂമിയിലെ കാടുകളുണ്ടല്ലോ അവിടെ, അത് ഭയങ്കര അക്രമാസക്തരായിരിക്കും, പെട്ടെന്ന് മനുഷ്യരോട് ഇണങ്ങുന്നൊരു ടൈപ്പല്ല.
എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഒട്ടകങ്ങളുടെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒന്നിന്റെ പേര് ടോക്കി, ഒന്നിന്റെ പേര് പോപ്പ്. പിന്നെ ഒരു കാരണവശാലും നീ ഒരു ഒട്ടകങ്ങളുടെ അടുത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് ജോലി കൊടുക്കുന്നതും അടുത്ത ദിവസം മുതൽ ഹീറോയിൻ അവിടെ ജോലി ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ അവള് ക്ലീനിങ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഹീറോയിൻ ആ ഒരു കാട്ടിലെ ഒട്ടകം ഉണ്ടല്ലോ അതിനടുത്തേക്ക് പോവും. അതിന്റെ അടുത്തേക്ക് ചെന്ന് അതുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്തേക്ക് ചെന്ന് അതിന് തൊടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ഓണർ അവിടേക്ക് വന്നിട്ട് ഹേയ് നീ എന്താ അതിനോട് ദൂരം നിൽക്കുന്നേ, കുറച്ചുകൂടി അടുത്ത് പോയി നിൽക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിനെ കൂട്ടി അതിനടുത്തേക്ക് കൊണ്ടുവന്നിട്ടാണ് ഒരു ബെൽറ്റ് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയും ഇത് നീ അതിന്റെ തലയിലേക്ക് ഇടണം എന്ന് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ അത് വല്ലാത്ത രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയിന് നല്ല പേടിയാവുന്നുണ്ട്. അപ്പോഴാണ് അയാളൊരു ബെൽറ്റ് കൊണ്ട് ഈ ഒരു ഒട്ടകത്തെ ഒരു ഒറ്റയടി. അത് കാണുന്ന ഹീറോയിന് നല്ലതുപോലെ പേടിച്ചു പോകും. പാവ ആ ഒരു ഒട്ടകത്തിനെ അയാൾ വെറുതെ പോയി അടിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ തന്റെ ക്ലീനിങ് ജോലി സാധാരണ പോലെ തന്നെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഇവിടെ വരുന്ന ഈ ഒരു ടൂറിസ്റ്റുകളുണ്ടല്ലോ അവർ ഈ ഒരു ഒട്ടകത്തിന് പുറത്ത് കയറ്റിയിരുത്തി 2-3 റൗണ്ടെല്ലാം അടിക്കണം. അതേപോലെ ഈ ഒരു മരുഭൂമിയെ പറ്റിയും ഒട്ടകങ്ങളെ പറ്റിയും അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇതെല്ലാം നമ്മുടെ ഹീറോയിന്റെ ജോലി. അതുമല്ല ഹീറോയിൻ ഇപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ ഏയ് നീ എന്താ ഈ ചെയ്യുന്നേ, നിനക്കെന്താ നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ അറിയത്തില്ലേ? നീയല്ലേ പറഞ്ഞ് നിനക്ക് ഒട്ടകങ്ങളുമായിട്ട് മരുഭൂമിയിലൂടെ സഞ്ചരിക്കണമെന്ന്. അങ്ങനെ ഒട്ടകങ്ങളുമായിട്ട് നീ ഇണങ്ങണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്മെല്ല് നിന്റെ ദേഹത്ത് അടിക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് നിനക്ക് ചെയ്യാൻ അറിയത്തില്ല, എന്നിട്ടാണോ നീ യാത്ര പോകാൻ പോകുന്നത് എന്നെല്ലാം വഴക്ക് പറഞ്ഞിട്ട് പോകും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ താമസിക്കുന്നത് ഇവരുടെ അടുത്തല്ല. അവരുടെ അടുത്ത് താമസിച്ചു കഴിഞ്ഞാൽ അവരുടെ അധികാര പരിധിയിൽ അവർ പറയുന്നത് കേട്ട് കഴിയേണ്ടി വരും. അതുകൊണ്ട് ഹീറോയിൻ കുറച്ച് ദൂരെയായിട്ട് ഒരു മരത്തിന് താഴെ ഒരു ചെറിയ ടെന്റ് പോലെ അടിച്ച് അവിടെയാണ് താമസിക്കുന്നത്. ഇപ്പൊ അയാൾ പറഞ്ഞത് വെച്ചിട്ട് ഈ ഒരു ഒട്ടകങ്ങളോടൊപ്പം അടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6 മാസമാവുമെന്ന് അയാൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പൊ അങ്ങനെ കാണിക്കുമ്പോൾ ഹീറോയിൻ ഈ സ്ഥലത്ത് ജോലിക്ക് വന്നിട്ട് ഏകദേശം 6 മാസമായി. അപ്പോൾ ഹീറോയിൻ ആ ഒരു ഓണറിന്റെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ 6 മാസമായി, എനിക്കിതിലെ ഒരു ഒട്ടകത്തെ തരുമെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും ഇല്ല, നിനക്ക് ഒട്ടകത്തെ തരാനായിട്ട് സമയമായിട്ടില്ല, ഇനിയും കുറച്ചുകൂടി സമയം എടുക്കുമെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും അല്ല നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, എന്നെ എന്താ പറ്റിക്കാൻ ശ്രമിക്കുകയാണോ? എന്നെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇവിടെയുള്ള ജോലി ഞാൻ ചെയ്യിക്കുകയാണ്, അല്ലാതെ എനിക്ക് ഒട്ടകത്തെ തരത്തില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയും ഓ അപ്പോൾ എന്നെ തന്നെ എതിർത്ത് നീ സംസാരിക്കണോ, നിനക്ക് ഇനി മുതൽ ഇവിടെ ജോലി ഇല്ല എന്ന് പറയുമ്പോൾ ആർക്ക് വേണം നിന്റെ ജോലി എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ തന്റെ ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്നും അവൾക്കൊരു സൈക്കിൾ ഉണ്ട്. ആ ഒരു സൈക്കിളിൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് അതും എടുത്ത് മറ്റൊരു ഒട്ടകത്തിന്റെ ഫാം ഉണ്ട് അവിടേക്ക് ഇപ്പോൾ ഹീറോയിൻ പോവാണ്. സത്യത്തിൽ ഇതൊരു ഫാമും അതേപോലെ തന്നെ ഒട്ടകത്തെ വാങ്ങി വിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ അതുപോലുള്ളൊരു സ്ഥലമാണ്. ഇപ്പൊ അവിടെ വന്നിട്ട് ആ ഒരു അപ്പൂപ്പനോട് സാർ എനിക്ക് ഇതുപോലെ ഒരു ഒട്ടകത്തെ വേണം, ഇങ്ങനെ ആ ഒരു മരുഭൂമി കടക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അയാളോട് പറയുമ്പോൾ ആ ഒരു അപ്പൂവൻ പറയും ഇത് നോക്കുമോളെ, ഈ ഓസ്ട്രേലിയയിലെ ഈ മരുഭൂമി കടക്കണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു സാധാരണ ആൾക്ക് കഴിയുന്ന കാര്യമല്ല. ഭയങ്കരമായിട്ടുള്ള ചൂടായിരിക്കും. നീ ഇവിടുന്ന് ആ ഒരു മരുഭൂമി കടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഏകദേശം 6 മാസം മുതൽ 7 മാസം വരെ സമയമെടുക്കും. അത്രയും സമയം നീ നടന്നാലേ നിനക്ക് ഈ ഒരു മരുഭൂമി കടക്കാൻ കഴിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല സാർ, എന്നെ കൊണ്ട് എന്തായാലും കഴിയും, എനിക്ക് അത്രയും ഉറപ്പുണ്ടെന്ന് പറയുമ്പോൾ നിന്റെ വിശ്വാസം എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് നിനക്ക് ഞാൻ ഒരു ഒട്ടകത്തെ തരാന്ന് പറഞ്ഞേ. ഇപ്പോൾ ഹീറോയിനെ കൂട്ടിയിട്ട് ഒരു ജീപ്പില് ഈ കാട്ടിലുള്ള ഒട്ടകം ഉണ്ടല്ലോ ഇവർ വളർത്തുന്ന അതിലൊരു ഒട്ടകത്തെ പിടിക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഒരു ഒട്ടകത്തിന്റെ പിറകെ തന്നെ പോയിട്ട് ഒരു ഒട്ടകത്തെ ഇവർ കയറുപയോഗിച്ച് പിടിക്കുന്നു. അങ്ങനെ ആ ഒരു ഒട്ടകത്തെ പിടിച്ചു വെച്ച് ഹീറോയിൻ ഇപ്പോൾ അതിനെ ഇണക്കാൻ വേണ്ടിയിട്ട് അതിനെ കെട്ടിയിട്ടിട്ട് അതിന് ആഹാരം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നത്, കുളിപ്പിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഹീറോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു അപ്പൂപ്പനാണെങ്കിലും ഹീറോയിൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഹീറോയിന് താമസിക്കാനായിട്ട് അവിടെ തന്നെ ഒരു പഴയ വീടുണ്ട്, അതിനകത്താണ് ഹീറോയിൻ കഴിയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു ദിവസം കാണിക്കുമ്പോഴാണ് ഒരു വണ്ടി ആ ഒരു സ്ഥലത്തേക്ക് വരുന്നു. ഇത് കണ്ട ഹീറോയിൻ പെട്ടെന്ന് ആ വീടിനകത്തേക്ക് പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് സത്യത്തിൽ അവിടേക്ക് വന്നതാരാന്നറിയോ, അത് വേറെ ആരുമല്ല ഹീറോയിന്റെ സുഹൃത്താണ്. ഹേ റോബിൻ, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, വെളിയിലേക്ക് വരാൻ പറയുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ വന്നിട്ട് നീ എങ്ങനെ ഇവിടെ ഞാനുണ്ടെന്ന് കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ഫ്രണ്ട് പറയുന്നത് പിന്നെ ഇത്രയും വലിയൊരു മരുഭൂമിയിലെ ഒട്ടകത്തെ മേയ്ക്കുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അത് നീയാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഹീറോയിന്റെ ആ ഒരു സുഹൃത്തുണ്ടല്ലോ അവളുടെ സുഹൃത്തുക്കളായിട്ടാണ് ഇവിടേക്ക് വന്നത്. ഇപ്പൊ അവരെ എല്ലാവരെയും ഹീറോയിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് എന്തു പറ്റി റോബിൻ, നീ വീടിനകത്തേക്ക് ഞങ്ങളെ വിളിക്കത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അങ്ങനെയൊന്നുമില്ല, ബാ കയറി വാന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് ആ ഒരു സുഹൃത്തുക്കളെ എല്ലാവരെയും കൊണ്ടുവന്ന് ഇപ്പോൾ ഹീറോയിൻ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യം എന്താണെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാണ്. ഇപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിൽ റിക്ക് എന്ന് പറഞ്ഞ ഒരുത്തൻ ഹീറോയിനെ പരിചയപ്പെടുന്നത്. എന്നിട്ട് അവൻ പറയും എന്റെ പേര് റിക്ക് എന്നാണ്, ഞാനൊരു ഫോട്ടോഗ്രാഫറാണ്, നിങ്ങൾ എന്തായാലും ഈ ഒരു ഓസ്ട്രേലിയൻ മരുഭൂമി കടക്കാനായിട്ട് തയ്യാറെടുക്കാമെന്ന് എനിക്കറിയാം, അത് നല്ലതുപോലെ നിങ്ങൾ ചെയ്യും, അതിന് നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഞാനിതെല്ലാം പറയാൻ കാരണം എന്താണെന്നറിയോ, ഞാൻ നിങ്ങളോടൊപ്പം വരട്ടെ, നിങ്ങൾ യാത്ര തുടങ്ങുന്ന സമയം മുതൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ യാത്ര അവസാനിക്കുമ്പോൾ അതെല്ലാം ഓരോ മാഗസീനിൽ കൊടുത്തിട്ട് ഈ യാത്ര മുഴുവനായിട്ട് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം, അതിലൂടെ വലിയൊരു എമൗണ്ട് നമുക്ക് കിട്ടും. നിങ്ങളെപ്പോലൊരു സ്ത്രീ ഇത്രയും വലിയൊരു അച്ചീവ്മെന്റ് നടത്തുമ്പോൾ അതൊരു ഹിസ്റ്ററി ആയിരിക്കും,
അതിനെന്തായാലും ഈ ഫോട്ടോസെല്ലാം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം വന്നോട്ടേ ചോദിക്കുമ്പോൾ ഹീറോയിൻ ആദ്യം ഇതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ റിക്ക് പറയുന്നുണ്ട്, ഇല്ലല്ല, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, നിങ്ങളെ ഒന്നും ഞാൻ ശല്യം ചെയ്തില്ല. നിങ്ങളുടെ പിറകെ എപ്പോഴും ഞാൻ വരുത്തൊന്നുമില്ല. നിങ്ങൾ ഏതൊക്കെ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെയെല്ലാം കുറെ കഴിഞ്ഞ് നിങ്ങളെ കണ്ടുപിടിച്ച് ഞാൻ വന്നോളാം. ഞാൻ കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രയിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ യാത്ര അവൾക്ക് ഒറ്റയ്ക്ക് ചെയ്യണം. ഒറ്റയ്ക്കൊരു ജീവിതം ജീവിക്കാനാണ് ഹീറോയിൻ എപ്പോഴും താല്പര്യം. ആ യാത്രയുടെ അവസാനം അവളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ള കാര്യം അവൾക്ക് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇതിന് വലിയ രീതിയിൽ മറുപടിയൊന്നും പറയാതെ അന്ന് രാത്രി ഇവരെല്ലാവരും അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അവളുടെ സുഹൃത്തുക്കളെല്ലാവരും ഇവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോൾ റിക്ക് വീണ്ടും അവളെ വിളിച്ചിട്ട് അവളോട് ഒന്ന് സംസാരിക്കാണ്. ഇതുപോലെ നിങ്ങളെ ഞാൻ ശല്യം ചെയ്യത്തില്ല, നിങ്ങളുടെ പിറകെ ഞാൻ എപ്പോഴും വരത്തില്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫോട്ടോ എടുക്കാം, അത് മാത്രമല്ല ഈ ഒരു യാത്രയിൽ ഒരു ചെറിയ സഹായം അത്ര മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഇവൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഹീറോയിൻ അവസാനം അവളോടൊപ്പം വരാനായിട്ട് സമ്മതിക്കും. അപ്പോൾ റിക്ക് പറയും, ഞാൻ നിന്റെ യാത്ര തുടങ്ങുമ്പോഴത്തേക്ക് നിന്നെ വന്ന് കാണാന്ന് പറഞ്ഞ് ഇപ്പൊ ആ ഒരു സുഹൃത്തുക്കളെല്ലാവരും ആ കാറിൽ തിരിച്ചവിടെ നിന്ന് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം ഹീറോയിൻ ഇപ്പോൾ തന്റെ ഒട്ടകത്തിനടുത്തേക്ക് വരുമ്പോൾ ആ ഒരു ഒട്ടകത്തിന്റെ വയറെല്ലാം നിറഞ്ഞിട്ട് അത് വയ്യാണ്ട് ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ ആ ഒരു അപ്പൂപ്പനെ ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നിട്ട് നോക്കുമ്പോഴത്തേക്കാണ് ആ അപ്പൂപ്പ പറയുന്നത്, നിനക്ക് വളരെ ഭാഗ്യമുണ്ട്, കാരണം ഇതൊരു പെണ്ണൊട്ടകമാണ്, അവളിപ്പോൾ പ്രഗ്നന്റ് ആണെന്ന് പറയുന്നതും ഒരൊറ്റ ഒട്ടകത്തിന് മാത്രമേ ഹീറോയിൻ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ആ ഒരു ഒട്ടകം പ്രസവിച്ചിട്ട് അതിനോടൊപ്പം കുറച്ച് കുഞ്ഞുങ്ങളും കൂടി ഹീറോയിനോടൊപ്പം വരാൻ പോകുന്നു. ആ ഒരു സന്തോഷവും ഹീറോയിനുണ്ട്. ഇപ്പൊ ആ ഒരു അപ്പൂപ്പ പറയും, മോളെ മറ്റൊരു കാര്യമുണ്ട്, നീ എന്തായാലും ആ ഒരു മരുഭൂമി കടക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ആണൊട്ടകത്തിന്റെ സഹായം ആവശ്യമാവും, അതുകൊണ്ട് ആണൊട്ടകങ്ങളെ നീ കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ വേറെ വഴിയില്ലല്ലോ, അവൾ നേരത്തെ ജോലി ചെയ്താ അയാളുടെ അടുത്തേക്ക് തന്നെ പോകണം, അവിടെയാണ് ഒട്ടകങ്ങളുള്ളത്. അതുകൊണ്ട് ഹീറോയിൻ ഇപ്പോൾ അവിടേക്ക് തിരിച്ചു പോകുന്നതും അവിടെ ഭാഗ്യത്തിന് ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓണർ ഇല്ല, പകരം വേറൊരാളാണുള്ളത്. എന്താന്ന് വെച്ചാൽ അയാൾ മൊത്തത്തിൽ ഇയാൾക്ക് ആ ഒരു ഫാം വിറ്റിട്ട് പോയി. അപ്പോൾ ഹീറോയിൻ ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് ഇതുപോലെ കാര്യം പറയും, ഞാൻ ഇതിനു മുന്നേ ഇവിടെ ജോലി ചെയ്തിരുന്നു ഒരു 6 മാസം, അതുപോലെ എനിക്കിപ്പോൾ ഒരു ഒട്ടകത്തിന് വേണം എന്ന് പറയുമ്പോൾ അയാൾ ചോദിക്കും, നിനക്ക് ഒട്ടകങ്ങളെയൊക്കെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ഈ ടൂക്കി പോപ്പി എന്ന് പറഞ്ഞ് 2 ഒട്ടകങ്ങളുണ്ടല്ലോ ഈ കാട്ടിൽ വളരുന്ന, അതിനെ അടക്കാൻ തന്നെ ഇയാൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നിലേക്ക് വന്നിട്ട് ഹീറോയിൻ, സാർ ഞാനിത് നോക്കിക്കോളാം, ദേ ഇത് നോക്കിക്കോ എന്ന് പറഞ്ഞ് ഹീറോയിൻ ഇപ്പോൾ അകത്തേക്ക് വന്നിട്ട് ആ ഒരു ഒട്ടകങ്ങളുടെ അടുത്തേക്ക് വന്ന് അതിനെ കൈ കാണിക്കുമ്പോഴത്തേക്കും ആ ഒട്ടകങ്ങൾ ഇപ്പോൾ അടങ്ങി നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ 6 മാസം ഇവിടെ ജോലി ചെയ്തപ്പോൾ ഈ ഒട്ടകങ്ങളുമായിട്ട് നല്ല പരിചയമായി. അതുമല്ല ഹീറോയിൻ ഇവിടെ ജോലി ചെയ്തിരുന്ന ആ ഒരു കാര്യങ്ങളും അതേപോലെ തന്നെ അയാൾ താൻ ചോദിച്ചതുപോലെ ഒട്ടകങ്ങളെ തന്നില്ല എന്നുള്ള എല്ലാ കാര്യങ്ങളും ഹീറോയിൻ പറയും, തൻ്റെ യാത്രയുടെ കാര്യങ്ങൾ ഇതെല്ലാം പറഞ്ഞിട്ട് തനിക്ക് 2 ഒട്ടകങ്ങളെ വേണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ അയാൾ പറയും, ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള 2 ഒട്ടകങ്ങളെ നീ എടുത്തുകൊണ്ട് പോകാൻ പറയുന്നത്. ഹീറോയിൻ എടുക്കുന്നത് ടൂക്കി പോപ്പി എന്ന് പറഞ്ഞ ആ ഒരു 2 ഒട്ടകങ്ങളുണ്ടല്ലോ അവരെയാണ്. അങ്ങനെ ഹീറോയിൻ ആ ഒരു ഒട്ടകങ്ങളെയും അവളുടെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇപ്പൊ എല്ലാവർക്കും പേര് വയ്ക്കുകയാണ്. അവരുടെ 2 പേരുടെയും പേര് ടൂക്കി പോപ്പ്, പിന്നെ ആ ഒരു അമ്മയായിട്ടുള്ള ഒട്ടകം അതിന്റെ പേര് ജെല്ലി എന്ന് വയ്ക്കും, പിന്നെ അതിന് ജനിച്ച ആ ഒരു കുഞ്ഞിന്റെ പേര് ഗോലിയാത്ത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ അയാളുടെ അടുത്തേക്ക് ഹീറോയിൻ അടുത്ത ദിവസം പോവാണ്. അപ്പോഴാണ് ആ ഒരു അപ്പൂപ്പൻ പറയുന്നത്, നിനക്ക് ഇതുപോലെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ലെറ്റർ ഹീറോയിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ഹീറോയിൻ അതെടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് കുറച്ച് പണമുണ്ട്. ഈ പണം അവൾക്ക് എങ്ങനെയാണ് കിട്ടിയത്, ആരാണ് അയച്ചതെന്ന് അറിയത്തില്ല. അപ്പോഴാണ് അതിൽ എഴുതിയിട്ടുള്ളത് അത് അയച്ചത് വേറെ ആരുമല്ല, റിക്കായിരുന്നു. കാരണം അവൻ ഇവളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ ഹീറോയിൻ ഇത്രയും വലിയൊരു യാത്ര ചെയ്യാൻ പോവാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പബ്ലിഷ് ചെയ്തപ്പോഴത്തേക്കും അതിൽ സംഭാവനയായിട്ട് ആളുകൾ ഇംപ്രസ് ആയിട്ട് അവൾക്ക് അയച്ചു കൊടുത്ത പണമായിരുന്നു അത്. ആ ഒരു പണമെല്ലാം കളക്ട് ചെയ്തിട്ടാണ് റിക്ക് ഹീറോയിൻ അയച്ചു കൊടുത്തത്. ഇപ്പൊ ഈ ഒരു പണം കിട്ടിയത് കൊണ്ട് ഹീറോയിന് നല്ല സന്തോഷമായി, കാരണം അവളുടെ യാത്രയിൽ ഈ ഒരു പണം എന്തായാലും അവൾക്ക് ആവശ്യപ്പെടും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഹീറോയിന് മറ്റൊരു സർപ്രൈസും കൂടിയുണ്ട്. എന്താന്ന് വെച്ചാല് ഹീറോയിന്റെ അച്ഛൻ, സഹോദരി, അവളുടെ മക്കള് എല്ലാവരും ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അവൾ ഇത്രയും വലിയൊരു യാത്ര പോയല്ലേ, അതിനു മുന്നേ അവളെ ആ ഒരു യാത്ര നല്ലതുപോലെ അയക്കാൻ വേണ്ടി. അങ്ങനെ ഹീറോയിൻ താമസിക്കുന്ന ആ ഒരു വീട്ടിലേക്ക് അവളുടെ അച്ഛനെ സഹോദരനെ കൊണ്ടുവരുമ്പോൾ അവര് 2 പേരും, മോളെ നീ ഇതുപോലെ ഒരു സ്ഥലത്താണോ എന്നെല്ലാം അത്ഭുതത്തോടെ നോക്കുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ റിക്കും ഇതിനകത്തേക്ക് വന്നിട്ട് എല്ലാവരുമായിട്ട് പരിചയപ്പെടുന്നു. അങ്ങനെ ഇവരെല്ലാവരും കുറെ നേരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ യാത്ര പോകാൻ പോവാണ്. ഇപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുമ്പോൾ റിക്ക് അവളുടെ യാത്രയ്ക്ക് അവൾക്ക് സഹായമായിട്ട് ഈ ലൈറ്റ് കത്തിക്കാനും അവൾക്കല്ലാതെ ചെറിയ ചെറിയ മോട്ടറുകൾ, ലൈറ്റുകൾ, ഇങ്ങനെ അവൾക്ക് സഹായമാകുന്ന ചില കാര്യങ്ങൾ റിക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, ദേ ഇത് നോക്ക്, ഞാനൊരു സഞ്ചാരിയല്ല, ഞാൻ ഇതുപോലെ നാട് ചുറ്റിക്കാണാനായിട്ട് പോകുന്നതല്ല, ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ, അല്ലാതെ എല്ലാം കൂടി കൊണ്ടുപോകാനായിട്ട് എന്നെ കൊണ്ട് ഒരിക്കലും കഴിയത്തില്ല, അതിനെനിക്ക് താല്പര്യമില്ല. ഞാൻ പോകുന്നത് എൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ള ഒരു സത്യം അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന് റിക്കിനോട് പറയുമ്പോഴത്തേക്കും അവളുടെ അച്ഛൻ പറയും, അത് തന്നെ റോബിൻസൺ, നീ ഒരു യാത്ര ചെയ്യാൻ പോവാണ്, അതുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്നത് എന്താണോ അത് മാത്രം നീ ചെയ്യാൻ ശ്രമിക്കുക.
അത് കഴിഞ്ഞിട്ട് ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ ഈ ഒട്ടകങ്ങളെയൊക്കെ നോക്കുന്ന ആ അപ്പൂപ്പൻ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് ഒരു റേഡിയോയും അതേപോലെ തന്നെ അവൾക്കൊരു തോക്ക് കൊടുക്കും. അപ്പോൾ ഹീറോയിൻ പറയും എനിക്ക് തോക്ക് വേണ്ടെന്ന് പറയുമ്പോൾ ഇല്ല നിനക്കിത് ആവശ്യമായിട്ട് വരും. കാരണം ഈ മരുഭൂമിയിലൂടെ പോകുമ്പോൾ കാട്ടിലെ ഒട്ടകങ്ങളുണ്ട്, അത് നിന്നെ അറ്റാക്ക് ചെയ്യാൻ വരും, അത് വളരെ ഡേഞ്ചറാണ്, അതുകൊണ്ട് നിനക്ക് എന്തായാലും ഈ ഒരു തോക്കിന്റെ ആവശ്യം വരുമെന്ന് പറഞ്ഞ് ഹീറോയിൻ ആ ഒരു തോക്ക് കൊടുക്കുന്നു. അങ്ങനെ അത് വാങ്ങിയിട്ട് ഹീറോയിൻ തന്റെ അച്ഛനോടും സഹോദരിയോടും എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ ഒരു 4 ഒട്ടകങ്ങളെയും കൊണ്ട് അവൾ അവളുടെ യാത്ര തുടങ്ങാണ്, അത് ഒറ്റയ്ക്ക്. അങ്ങനെ കുറച്ചു ദൂരം നടന്നു വരുമ്പോഴാണ് നമ്മുടെ റിക്കുണ്ടല്ലോ അവൻ ഓടി വന്നിട്ട് അവളുടെ മുന്നിൽ നിന്ന് അവളുടെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ലതുപോലെ ചിരിക്കുന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പൊ അവൻ പറയും ഓക്കെ ഇനി 1 മാസം കഴിഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞ് അവൻ അവന്റെ വണ്ടിയായിട്ട് പോകുന്നു. അങ്ങനെ ഹീറോയിൻ അവളുടെ യാത്ര തുടങ്ങി. 1ാമത്തെ ദിവസം കഴിഞ്ഞു, 2ാമത്തെ ദിവസം കഴിഞ്ഞു, ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഇപ്പോൾ ഹീറോയിൻ അവസാനം ഈ മരുഭൂമിയിൽ ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, അതിന് മുന്നിലേക്ക് എത്തുമ്പോൾ അവൾ യാത്ര തുടങ്ങിയിട്ട് 29 ദിവസമായി. ഇപ്പൊ ഈ സ്ഥലത്ത് മാത്രമേ നമ്മുടെ ഹീറോയിനെ താമസിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് വേറെ ഇങ്ങോട്ട് പോയിട്ട് താമസിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ഹീറോയിൻ അവിടേക്ക് വന്ന് തനിക്ക് ഇതിനുള്ളിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റി പറയും സോറി മാഡം, നിങ്ങൾക്ക് മാത്രമേ അകത്തേക്ക് പോകാൻ കഴിയത്തുള്ളൂ, ഒട്ടകങ്ങളെ കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഒട്ടകങ്ങളില്ലാതെ ഹീറോയിൻ എന്തായാലും പോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൾ വിചാരിക്കും എന്തായാലും ഇതിനകത്തേക്ക് പോണ്ട എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തിനടുത്തായിട്ട് തന്നെ ചെറിയൊരു ക്യാമ്പ് പോലെയെല്ലാം സെറ്റ് ചെയ്ത് അവൾ അവിടെ കഴിയാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോഴേക്കാണ് റിക്കുണ്ടല്ലോ അവൻ ഇവിടേക്ക് വരുന്നത്. എന്നിട്ട് അവൻ ചോദിക്കും അല്ല എന്തു പറ്റി റോബിൻ, നിന്നെ അവരകത്തേക്ക് കയറ്റിയില്ലേ? ഇല്ല കയറ്റിയില്ല, എന്നെ മാത്രമേ ഉള്ളിലേക്ക് വിടത്തുള്ളൂ, ഒട്ടകങ്ങളെന്നും വിടത്തില്ല എന്നാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ റിക്ക് പറയും അത് കുഴപ്പമില്ല, നമുക്കിതാണ് കുറച്ചുകൂടി നല്ലത്, ഫോട്ടോസ് എടുക്കാനൊക്കെ ഇതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ ഈ സ്ഥലത്തെ വിളിക്കുന്നത് ഐറസ് റോക്ക് മൗണ്ട് ഓൾഗ എന്നാണ്. കാരണം ദേ പുറകിൽ കാണുന്ന ആ ഒരു വലിയ മലയില്ലേ, പാറകൾ കൊണ്ടുള്ള ആ ഒരു മല കാരണമാണ് ഈ സ്ഥലത്തെ ഇതുപോലെ ഒരു പേര് വിളിക്കുന്നത്. ഇപ്പൊ അതിന് മുന്നിലെല്ലാം ഹീറോയിനെ പല രീതിയിൽ നിർത്തിയിട്ട് അവനിപ്പോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് റിക്ക് ഓക്കെ നമുക്ക് എന്തായാലും നാളെ കാണാന്ന് പറഞ്ഞ് അവൻ വണ്ടി എടുത്തിട്ട് പോകുന്നതും അന്ന് രാത്രി ഹീറോയിൻ അവിടെ തന്നെ കഴിഞ്ഞ അടുത്ത ദിവസം തന്റെ ഒട്ടകങ്ങളെയും കൊണ്ട് നടന്നിങ്ങനെ പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും കുറേ ദൂരെ നിന്ന് റിക്ക് അവള് കാണാതെ അവളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ഇത് ഹീറോയിൻ കാണുന്നുണ്ട്. ഓഹ് ഈ പാരസൈറ്റ് എപ്പോഴും പുറകെ തന്നെ ഉണ്ടോ എന്ന് അവനെ നോക്കി പറയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവള് യാത്ര ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ ദിവസം കഴിയും തോറും റിക്ക് അവളോടൊപ്പം തന്നെ കുറച്ച് ദിവസം ഉണ്ടാവും. കാരണം അവളുടെ യാത്രയിൽ അവൻ അവളെ ശല്യം ചെയ്യത്തൊന്നുമില്ല, ഈ ഫോട്ടോയും കാര്യങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ പുറകെ പോകുന്നത്. അങ്ങനെ കുറച്ച് മണലെല്ലാം കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ മണൽ കാറ്റുണ്ടല്ലോ അത് അടിക്കുന്നു. അതടിച്ചിട്ട് അവർക്കത് നിൽക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ആ ഒരു കാറ്റിൽ ഹീറോയിൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കറക്റ്റ് സമയത്ത് നമ്മുടെ റിക്ക് അവിടെ ഉള്ളതുകൊണ്ട് ഈ ഒട്ടകങ്ങളുടെ ആഹാരം മറ്റു കാര്യങ്ങൾ ഇതെല്ലാം അവന്റെ വണ്ടിയിലേക്ക് എടുത്ത് സേഫ് ആയിട്ട് വെക്കും. ഇപ്പൊ ഈ ഒരു മണൽക്കാറ്റടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഹീറോയിൻ പറയുന്നത് എന്നെ കൊണ്ട് കഴിയുമെന്ന് തോന്നില്ല ഈ ഒരു യാത്ര പൂർത്തിയാക്കാനായിട്ട്. ഇപ്പോൾ ഇതുപോലൊരു കാറ്റ് വന്നപ്പോൾ എന്നെ കൊണ്ടത് മാനേജ് ചെയ്യാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് ഹീറോയിൻ വിഷമിക്കുമ്പോഴത്തേക്കും ഹീറോയിനെ സമാധാനിപ്പിക്കുന്നത് റിക്കാണ്. ഇല്ല നിന്നെ കൊണ്ട് മാത്രമേ അത് കഴിയത്തുള്ളൂ, നീ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്മാറരുത് എന്നെല്ലാം പറഞ്ഞിട്ട് ഹീറോയിനെ സമാധാനപ്പെടുത്തുന്നു. അതുമല്ല തന്റെ പിറകെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഹീറോയിന് അവരോടെന്തോ ചെറിയൊരു ഇഷ്ടം തോന്നിയിട്ട് അവൻ എവിടെ വെച്ച് ഉമ്മ വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അവര് രണ്ടുപേരും കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഹീറോയിൻ അവളുടെ യാത്ര വീണ്ടും തുടങ്ങാൻ പോവാണ്. അപ്പോൾ റിക്ക് പറയും ഇല്ല കുറച്ച് ദിവസം കൂടി നിന്നോടൊപ്പം നിന്നിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എന്തുകൊണ്ട്, എന്റെ യാത്രയിൽ ഞാൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അവൻ എവിടെ നിന്ന് പറഞ്ഞു വിട്ട് ഹീറോയിൻ ഇപ്പോൾ അവളുടെ യാത്ര വീണ്ടും തുടങ്ങാണ്. അങ്ങനെ ഒരുപാട് ദൂരം പിന്നെയും ഹീറോയിൻ യാത്ര ചെയ്തിട്ട് അവസാനം ഇവിടെ വെച്ചിട്ടാണ് അവൾ കുറച്ച് വെള്ളം കാണുന്നത്. എന്താന്ന് വെച്ചാൽ വലിയൊരു ടാങ്കില് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണുന്നതും ആ ഒരു ഒട്ടകങ്ങൾക്ക് ഹീറോയിൻ വെള്ളം കൊടുത്ത് അതേപോലെ തന്നെ അവളും ആ ഒരു ടാങ്കിൽ ഇറങ്ങി കുളിക്കുകയാണ്. ഡിജിറ്റി എന്ന് പറഞ്ഞിട്ട് ആ ഒരു നായ ഉണ്ടല്ലോ അതും വെള്ളത്തിൽ ചാടിയിട്ട് നല്ലപോലെ കുളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം അവിടെ കിടന്ന് കുളിച്ച് ഇപ്പോ വെളിയിൽ ഇറങ്ങിയിട്ട് റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങി. കുറേ നേരം സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് അടുത്ത് കഴിഞ്ഞ് കണ്ണൂർന്ന് നോക്കുമ്പോൾ ഇപ്പൊ ആ ഒരു ഒട്ടകത്തെ കാണാനില്ല. ഇതിപ്പോ ഒട്ടകം എവിടെ പോയെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ എല്ലായിടത്തും നോക്കാണ്. കാരണം ആ ഒരു ഒട്ടകം ഇല്ലാന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരിക്കലും ഈ യാത്ര പൂർത്തിയാക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഡിജിറ്റിയെ കൂട്ടിയിട്ട് ആ ഒരു ഒട്ടകങ്ങളെ അന്വേഷിച്ച് ഇപ്പോൾ ഡിജിറ്റിയെ അധിക ദൂരം കൊണ്ടുപോകാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവൾ എടുത്തിരിക്കുന്ന ആ ഒരു തുണിയുണ്ടല്ലോ അത് ഒരു ചെറിയ മരത്തിന്റെ ഉണങ്ങിയ ഭാഗമുണ്ട് അവിടേക്ക് വെച്ച് കെട്ടി ഡിജിറ്റിയെ അവിടെ കിടത്തിയിട്ട് പറയും ഡിജിറ്റി നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ പോയിട്ട് അവരെ കണ്ടുപിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് നമ്മുടെ ഡിജിറ്റിയെ അവിടെ ഇരുത്തി ഹീറോയിൻ ഒറ്റയ്ക്ക് നടന്നു പോയിട്ട് അവസാനം ആ ഒരു ഒട്ടകങ്ങളെ കണ്ടുപിടിക്കും. എന്നിട്ട് അവരെ കൂട്ടി തിരിച്ചു വരികയാണ്. എന്നിട്ട് പറയും ഓക്കെ ഇനി എന്തായാലും ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഹീറോയിൻ ഇപ്പൊ ആ ഒരു ഒട്ടകങ്ങളെയും കൂട്ടി അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്തിട്ട് ഈ മരുഭൂമിക്ക് നടുവിലുള്ള മറ്റൊരു ചെറിയ ഗ്രാമമുണ്ട് അവിടേക്കാണ് എത്തുന്നത്. അപ്പൊ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ ഇവിടെ ഗ്ലെൻഡിൽ എന്ന് പറഞ്ഞ് ഒരുത്തനുണ്ട്. അപ്പൊ ഇവനാണ് ഇവിടെ നിന്ന് അടുത്തതായിട്ട് ഹീറോയിൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ആ ഒരു കാര്യങ്ങളും അവൾക്ക് യാത്രയ്ക്ക് ആവശ്യമായിട്ടുള്ള ഓരോ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഇവനാണ്.
അപ്പോൾ ഹീറോയിൻ അവിടേക്ക് വരുമ്പോൾ അവിടെ തന്നെ നമ്മുടെ റിക്കും ഉണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും പരിചയപ്പെടുമ്പോഴത്തേക്കും റിക്ക് അവരോട് രണ്ടുപേരും പറയും, ഓക്കെ ഒരു തവണ കൂടി നിങ്ങൾക്കൊന്ന് കൈ കൊടുക്കാൻ കഴിയുമെന്ന് ചോദിച്ചിട്ട് അവരുടെ ഫോട്ടോ എടുക്കാണ്. എന്നിട്ട് അവർ ഗ്രാമത്തിൽ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ അവരുടെ ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിന് അന്ന് കഴിയാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു റൂം ഗ്ലെൻഡിൽ ഇപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഹീറോയിനും റിക്കും അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഹീറോയിൻ പറയുന്നത്, അല്ല നിനക്ക് ഫോട്ടോ എടുക്കാതിരിക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, അതെന്റെ ജോലി ആയിപ്പോയില്ലേ, എനിക്കത് എടുക്കാതിരിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഗ്രാമത്തിലുള്ള വയസ്സായിട്ടുള്ള സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവരെല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന് ഡാൻസ് കളിക്കുന്നു, അവരോട് നല്ലതുപോലെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞ അടുത്ത ദിവസം ഇവരിപ്പോൾ അടുത്തായിട്ട് പോകാനായിട്ടുള്ള ആ ഒരു സ്ഥലം അതിനെപ്പറ്റി ഗ്ലെൻഡിൽ ഹീറോയിന് പറഞ്ഞു കൊടുക്കാണ്. പക്ഷെ ഇവിടെ വെച്ചിട്ടാണ് ഗ്ലെൻഡിൽ ഒരു കാര്യം പറയുന്നത്, ഇനി നീ എത്തേണ്ട ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിന്റെ പേര് വാർബറഡൻ. അവിടെ നീ എത്തണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് പോകാനായിട്ട് കഴിയത്തില്ല, നിന്റെ സഹായത്തിനായിട്ട് ആരെങ്കിലും ഒരാളെ നീ കൊണ്ടുപോകണമെന്ന് പറയും. കാരണം അത് ഇവിടെ നിന്ന് ഏകദേശം 160 മൈൽ പോകണം. ഈ മരുഭൂമി അത്രയും ദൂരം താണ്ടി കടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുമ്പോൾ ഹീറോയും പറയും എനിക്ക് ആരും വേണ്ടാന്ന്. അപ്പോഴും അവൻ പറയുന്നുണ്ട്, ഇല്ല ആ ഒരു സ്ഥലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കുഴപ്പമുണ്ടാവത്തില്ല, അതുവരെ നിന്നോടൊപ്പം ആരെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഇല്ല വേണ്ട ആരും വേണ്ടാന്ന് പറയുന്നതും ഗ്ലെൻഡിൽ പറയും, ഓക്കെ ഇതിനപ്പുറം എനിക്കിനി ഒന്നും പറയാനില്ല, ഇനി നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അപ്പൊ അവൾക്ക് മുന്നേ തന്നെ അവിടെ നിന്ന് നമ്മുടെ റിക്കുണ്ടല്ലോ അവൻ തന്റെ വണ്ടി എടുത്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയിൻ തന്റെ യാത്ര വീണ്ടും തുടങ്ങാണ്. അങ്ങനെ കുറെ ദൂരം മരുഭൂമിയിലൂടെ പിന്നെ യാത്ര ചെയ്തിട്ട് അവൾക്കിപ്പോൾ വിശക്കുന്നെന്ന് പറഞ്ഞ് ഈ ഒട്ടകങ്ങളെല്ലാം ഒരിടത്ത് ഇരുത്തി അവളിപ്പോൾ ആഹാരം വെക്കാൻ വേണ്ടിയിട്ട് തീയെല്ലാം കൂട്ടി ആഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കുറെ ദൂരെ നിന്നും ഒരു 3 ഒട്ടകങ്ങൾ ഇവരുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഇത് കണ്ട ഹീറോയിൻ വിചാരിക്കും ആ ഒരു അപ്പൂവൻ പറഞ്ഞ കാട്ടിലെ ഒട്ടകങ്ങളുണ്ടല്ലോ ഡേഞ്ചർ ആയിട്ടുള്ള അതാണെന്ന് വിചാരിച്ചിട്ട് ഹീറോയിൻ പെട്ടെന്ന് തന്റെ തോക്കെടുത്ത് അത് ലോഡ് ചെയ്തിട്ട് അതിനെ നോക്കി ഷൂട്ട് ചെയ്യാണ്. അപ്പൊ അതിലൊരു ഒട്ടകമാണെങ്കിലോ ഈ ബുള്ളറ്റ് കൊണ്ട് മരിച്ച് താഴേക്ക് വന്ന് വീഴുന്നു. അപ്പോൾ ബാക്കി 2 ഒട്ടകങ്ങൾ അവിടെ നിൽക്കുന്നത് സത്യത്തില് അതിവരെ ഉപദ്രവിക്കാൻ വന്നതല്ല, ഇവിടെ ഈ ഒരു ഒട്ടകങ്ങളെ കണ്ടിട്ട് ആ ഒരു ഒട്ടകങ്ങൾ ഓടി വന്നതാണ്. അത് ആ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒട്ടകങ്ങളായിരുന്നില്ല. ഇത് കാരണം ഹീറോയിന് ഭയങ്കര കുറ്റബോധമായിപ്പോയി, കാരണം ഒരു പാവ ഒട്ടകത്തെ കൊന്നു പറഞ്ഞിട്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ദൂരം വീണ്ടും ഇവർ യാത്ര തുടങ്ങാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരു ചെറിയ നദി ഇവർ കാണുന്നത്. അത് കാണുമ്പോഴത്തേക്കും ഹീറോയിനായാലും ഡിജിറ്റിക്ക് എല്ലാവർക്കും ആ ഒരു ഒട്ടകങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും വന്ന് വെള്ളമെല്ലാം കുടിച്ചിട്ട് ഡിജിറ്റി ആ വെള്ളത്തിലേക്ക് ചാടി കളിക്കുകയാണ്. ഹീറോയിൻ തന്റെ തുണിയെല്ലാം അലക്കി വെച്ച് കുറച്ചു നേരം അവിടെ റെസ്റ്റ് എടുക്കും. അപ്പോഴാണ് കുറച്ച് വയസ്സായിട്ടുള്ള ആളുകൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നത്. ഹീറോയിനെ ഈ ഒരു ഒട്ടകങ്ങളെല്ലാം കണ്ടിട്ട് അങ്ങനെ ഹീറോയിൻ അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ പരിചയപ്പെട്ട്, അല്ല നിങ്ങളെല്ലാവരും എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ ഇതുപോലെ ഈ ഒരു മരുഭൂമിയിലെ മുയലുണ്ടല്ലോ അതിനെ വേട്ടയാടി ചുട്ട് തിന്നാനാണ് വന്നത് എന്ന് പറയും. കാരണം ഇവരെല്ലാവരും ഈ ഒരു മരുഭൂമിയിലെ താമസിക്കുന്ന ആളുകളാണ്. എന്നിട്ടാണ് ഹീറോയിനോട് ആ ഒരു അപ്പൂവന്മാർ ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഓസ്ട്രേലിയയിലെ ഈ ഒരു മരുഭൂമി അത് യാത്ര ചെയ്ത് അവസാനിപ്പിക്കാൻ പോവാണ്, എനിക്ക് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് എത്തണം, അതിനാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വാർബറഡൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന് പറയുമ്പോൾ ഈ അപ്പൂപ്പന്മാരും അതേ കാര്യം തന്നെയാണ് പറയുന്നത്, മോളെ നീ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിനക്കൊരാളുടെ സഹായം എന്തായാലും വേണം, നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ അപ്പോഴും പറയുന്നുണ്ട്, ഇല്ല എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എനിക്ക് ആരുടെ സഹായം വേണ്ടെന്ന് പറയുമ്പോൾ ഇവരങ്ങനെ പറയാൻ കാരണം ഇവൾ ഇനി ഇപ്പോൾ പോകുന്ന ആ ഒരു സ്ഥലത്താണ് ഡേഞ്ചർ ആയിട്ടുള്ള ആ ഒരു ഒട്ടകങ്ങളുള്ളത്. അതുകൊണ്ട് ഒരാളുടെ സഹായം എന്തായാലും ഹീറോയിന് വേണം. ഇപ്പൊ ആ ഒരു അപ്പൂവന്മാരിലെ ഒരു അപ്പൂവൻ എഡി എന്ന് പറഞ്ഞിട്ടൊരു അപ്പൂവനുണ്ട്. ആ അപ്പൂവനെ കാണിച്ചിട്ടാണ്, ദേ ഇവൻ നിന്നോടൊപ്പം വരും, ആ സ്ഥലം വരെ നിനക്ക് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി എഡി നിന്നോടൊപ്പം ഉണ്ടാവുമെന്നും പറഞ്ഞ് എഡി എന്ന് പറഞ്ഞ ആ ഒരു അപ്പൂവനെ ഹീറോയിനോടൊപ്പം പറഞ്ഞുവിടാണ്. അപ്പോൾ ഹീറോയിനും വിചാരിക്കുന്നുണ്ട്, ഓക്കെ എന്തായാലും ഇവർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരാളുടെ സഹായം എന്തായാലും തനിക്ക് ആവശ്യമാണെന്നും പറഞ്ഞ് ഇപ്പോൾ എഡി എന്ന് പറഞ്ഞ ആ ഒരു അപ്പൂപ്പനെ കൂട്ടിയിട്ടാണ് ഹീറോയിൻ പോകുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും യാത്ര ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോൾ എഡി എന്ന് പറഞ്ഞ ആ ഒരു അപ്പൂപ്പൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മരുഭൂമിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അപ്പൂപ്പൻ ഹീറോയിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറേ ദൂരം യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് സന്ധ്യയായി, അതുകൊണ്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാമെന്ന് പറഞ്ഞ് ഇപ്പം അപ്പൂപ്പൻ അവിടെയുള്ള ചെടിയും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ട് ഈ കാറ്റടിച്ചിട്ട് തീ അണയാതിരിക്കാൻ വേണ്ടി ചെടിയെല്ലാം വെച്ച് മറച്ചിട്ട് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആഹാരമെല്ലാം വെച്ച് കഴിച്ചിട്ട് അന്നത്തെ രാത്രി അവർ സന്തോഷമായിട്ട് അവിടെ കഴിയുന്നുണ്ട്. അത് കഴിഞ്ഞ അടുത്ത ദിവസം വീണ്ടും ഇവർ ആ ഒരു ഒട്ടകങ്ങളെ കൂട്ടി നടക്കുകയാണ്. അങ്ങനെ കുറേ ദൂരം നടന്നിട്ട് ഇപ്പോൾ ഈ ഒരു മരുഭൂമിയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരുത്തനുണ്ട്. അതുപോലെ പോകുന്ന വഴിക്കാണെങ്കിലോ ഒരുപാട് അസ്ഥികൂടങ്ങൾ ഇതെല്ലാം കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇവൻ താമസിക്കുന്നിടത്താണെങ്കിലോ 1-2 ഇതുപോലെയുള്ള ചെറിയ വീടുകളാണ്. ഇപ്പൊ ഇതുപോലെയുള്ള ചെറിയ വീടുകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഒരു ഗ്രാമം എന്ന് പറയാം. അങ്ങനെ അവിടെയുള്ളവരെല്ലാം നമ്മുടെ ഹീറോയിനെ കണ്ടിട്ട് ഇപ്പൊ അതിലൊരുത്തൻ പറയും, ഈ വാർബറഡനിലേക്ക് നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇനി വളരെ ഡേഞ്ചർ ആയിരിക്കും, ഇനി ഒരുപാട് ദൂരം നിനക്ക് യാത്ര ചെയ്യേണ്ടി വരും, അതുകൊണ്ട് ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ നിന്നോടൊപ്പം വന്നാലേ നിനക്ക് യാത്ര ചെയ്യാൻ കഴിയണമെന്ന് പറയുന്നതും ഹീറോയിൻ ഓക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പോകാനായിട്ട് നിൽക്കാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കൂട്ടത്തിലുള്ള ഒരാൾ ഹീറോയിനോടൊപ്പം പോകാനായിട്ട് തയ്യാറല്ല.
കാരണം ഇനി ഇവർ യാത്ര ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. അധികമായിട്ട് വെള്ളം ഉണ്ടാകത്തില്ല, ഭയങ്കര ചൂടായിരിക്കും. അതുകൊണ്ട് ഇവർക്കാർക്ക് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്നതും ഇപ്പോൾ ഹീറോയിൻ അവസാനം ഈ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പനോട് വന്ന് തന്നെ വീണ്ടും ചോദിക്കും, അല്ല നിങ്ങൾ എന്നോടൊപ്പം വരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അപ്പൂപ്പനെ ഹീറോയിനോടൊപ്പം വരണമെന്നുണ്ട്. പക്ഷേ അയാളുടെ കയ്യിൽ ഷൂവോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. കാരണം അവിടേക്ക് പോകുമ്പോഴത്തേക്ക് നല്ല ചൂട്, മുള്ളുകൾ ഒരുപാടുണ്ടാകും, അതുകൊണ്ട് നല്ലൊരു ഷൂ വേണം എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ ആ ഒരു അപ്പൂപ്പനോട് പറയും, പ്ലീസ് എന്നോടൊപ്പം അവിടെ വരെ വരാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഈ ഗ്രാമത്തിലുള്ള ആളുകളുണ്ടല്ലോ അവരുടെ ഷൂ എടുത്ത് ഈ ഒരു അപ്പൂപ്പന് കൊടുക്കും. അതുകൊണ്ട് അപ്പൂപ്പൻ എന്തായാലും ഹീറോയിനൊപ്പം വരാൻ കഴിയും. അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ ഹീറോയിൻ വീണ്ടും യാത്ര തുടങ്ങാണ്. അങ്ങനെ കുറേ ദൂരം ഇവിടെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് ഗോലിയാത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ ഒട്ടകം ഉണ്ടല്ലോ, ആൾക്ക് ഈ മണലിലൂടെ നടന്നിട്ട് ചൂട് താങ്ങാൻ കഴിയുന്നില്ല. ചെറിയ ഒട്ടകമായതുകൊണ്ട് അയാൾക്ക് നടക്കാനും വയ്യ. അങ്ങനെ ചൂട് താങ്ങാൻ കഴിയാതെ എന്നെ കൊണ്ട് ഇനി നിങ്ങളോടൊപ്പം വരാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അയാളെ താഴെ കിടക്കാണ്. ഹീറോയിനോടൊപ്പം പോകത്തില്ല. അപ്പോഴാണ് ആ ഒരു അപ്പൂവൻ പറയുന്നത്, ഈ ചൂട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, നീ എന്തായാലും ആ ഒരു ചാക്കെടുത്ത് അവന്റെ കാലിൽ കെട്ടിക്കൊടുക്ക്, അപ്പോൾ അവൻ അധികം ചൂട് ഏൽക്കത്തില്ല എന്ന് പറയുന്നതും ഹീറോയിൻ ഇപ്പോൾ ചാക്ക് കീറി ആ ഒരു ചെറിയ ഒട്ടകത്തിന്റെ കാലുകളിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്നതും ഇപ്പോൾ അയാൾക്ക് ഓക്കെ ആയി. ഇപ്പൊ ചൂടുമില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് എഴുന്നേറ്റ് ഹീറോയിനോടൊപ്പം വീണ്ടും നടക്കുന്നു. അതുമല്ല നമ്മുടെ അപ്പൂപ്പൻ ഈ ഒരു മരുഭൂമിയിൽ കഴിയുന്ന ഒരാളായതുകൊണ്ട് ഇവിടെ കഴിക്കാനായിട്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഇലകളും മറ്റു കാര്യങ്ങളെല്ലാം, അതെല്ലാം ഏതാണെന്ന് അപ്പൂപ്പൻ അറിയാം. അതുകൊണ്ട് ചില ഇലകളൊക്കെ കൊണ്ടുവന്നിട്ട് ദേ ഇത് നീ കഴിച്ചോ, ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല, നല്ല ആരോഗ്യമായിട്ടിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം അവൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ റെസ്റ്റ് എടുക്കാനായിട്ട് കിടക്കാണ്. കിടന്നിട്ട് എന്തോ ഒരു കാര്യം കണ്ട് ചിരിക്കുന്നു. എന്താണെന്ന് നോക്കുമ്പോൾ കൂടെ വന്ന ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ, അപ്പൂപ്പൻ ഇപ്പോൾ നാടകം പോലെ എന്തൊക്കെയാ അഭിനയിച്ച് കാണിക്കുകയാണ് ഹീറോയിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. അതെല്ലാം കണ്ട് നല്ല സന്തോഷമായിട്ടാണ് ഇവരുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവരുടെ യാത്ര തുടങ്ങാണ്. ഇപ്പോൾ എടി എന്ന് പറഞ്ഞ ആ ഒരു അപ്പൂപ്പന് നടക്കാൻ കഴിയാത്തത് കൊണ്ട് ഒട്ടകത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് പകുതി ദൂരവും യാത്ര ചെയ്യുന്നത്. അങ്ങനെ കുറെ ദൂരം പോകുമ്പോഴത്തേക്കാണ് ഈ ഒരു അപ്പൂപ്പൻ എത്രയെന്ന് പറഞ്ഞിട്ട് ഒട്ടകത്തിന്റെ മുകളിൽ ഇരിക്കാൻ കുറച്ച് ദൂരം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ താഴേക്ക് ഇറങ്ങി. ഇവരെല്ലാവരും ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് തീരുമാനിക്കുമ്പോൾ കുറെ ദൂരെ നിന്ന് കുറെ ജീപ്പുകൾ ഇങ്ങനെ വരുന്നു. അതിന് നിറയെ ഈ ഫോറിനേഴ്സ് ഉണ്ടല്ലോ, അവരാണ്. അവർ വന്നാൽ എന്താണ് ഇവരെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണം, അങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഇവരെ വെറുതെ ബുദ്ധിമുട്ടിക്കും. അത് കണ്ടിട്ട് ഹീറോയിനും ആ ഒരു ഒട്ടകങ്ങളെ പിടിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. പെട്ടെന്ന് പോവാന്ന് പറയുമ്പോൾ അവർ എഴുന്നേൽക്കുന്നില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഒരു ഒട്ടകത്തിനെ എഴുന്നേൽപ്പിച്ച് പോകാനായിട്ട് വരുമ്പോൾ ഇവരെല്ലാവരും വണ്ടി കൊണ്ട് അവിടേക്ക് നിർത്തിയിട്ട്, ഒട്ടകം വയ്ക്കുന്ന പെൺകുട്ടി ഞങ്ങൾ ഇതിന്റെ ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ച് അവരെല്ലാവരും വന്ന് ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കാണ്. ഇതുപോലെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ മറ്റുള്ളവർ വന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ഹീറോയിന് ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് ഹീറോയിൻ ആദ്യം പറയുമില്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ നടന്നു പോകുമ്പോൾ ഈ സഞ്ചാരികൾ ഒരിക്കലും സമ്മതിക്കുന്നില്ല. അതിലൊരാളാണെങ്കിലോ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ അപ്പൂപ്പനെ തടയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയും, ഹേയ് നിങ്ങളോടല്ലേ പറഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട് താല്പര്യമില്ലാന്ന് എന്ന് പറഞ്ഞ് അയാളെ പിടിച്ച് മാറ്റുന്നതും ഇപ്പൊ അപ്പൂപ്പൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് അവരെല്ലാവരെയും പേടിപ്പിക്കുന്നത് പോലെ ശബ്ദമെല്ലാം ഉണ്ടാക്കും. അപ്പോൾ അതിലുള്ള ഒരാള് അപ്പൂപ്പന് കുറച്ച് ഡോളർ പൈസ കൊടുക്കും. എന്നിട്ടാണ് അപ്പൂപ്പൻ പറയുന്നത്, കണ്ടോ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് കണ്ടോ എന്നെല്ലാം പറഞ്ഞ് ഇവര് കുറച്ചുകൂടി മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ അപ്പൂപ്പൻ കുറെ ദൂരം നോക്കിയിട്ട് ഒരു കങ്കാരു ഉണ്ടല്ലോ അതിനെ കാണുന്നത്. ഇത് കണ്ട അപ്പൂപ്പൻ തോക്ക് വാങ്ങി പെട്ടെന്ന് ആ ഒരു കങ്കാരുവിനെ ഷൂട്ട് ചെയ്തങ്ങ് കൊല്ലും. എന്നിട്ട് ആ ഒരു കങ്കാരുവിനെ എടുത്തിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. കാരണം പോകുന്ന വഴിക്ക് ഒരു കങ്കാരുവിനെ കഴിക്കാലോ. അങ്ങനെ വൈകുന്നേരം ആവുന്നതും ഇപ്പൊ എന്തായാലും ആ ഒരു കങ്കാരുവിനെ വേവിച്ച് കഴിക്കാൻ വേണ്ടി ഹീറോയും വന്നിട്ട് അതിനെ കീറാനായിട്ട് ഞാനും സഹായിക്കാന്ന് പറയുമ്പോൾ അപ്പൂപ്പൻ പറയും, ഇല്ലില്ല നിങ്ങൾ പെൺകുട്ടികളെ ഒരിക്കലും ഈ കാര്യം ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് ഹീറോയിനെ വാണിംഗ് ചെയ്യുന്നു. എന്താന്ന് വെച്ചാല് സ്ത്രീകളെന്ന് പറഞ്ഞാൽ ജന്മം കൊടുക്കുന്നവരാണ്, ഒരിക്കലും ഒരു ജീവൻ എടുക്കുന്നവരല്ല എന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം അപ്പൂപ്പൻ ഈ ഒരു കാട്ടിൽ ജീവിക്കുന്ന ആളായതുകൊണ്ട് അവരുടെ വിശ്വാസപ്രകാരമാണ് അതുപോലെ പറയുന്നത്. സത്യത്തിൽ അപ്പൂപ്പന്റെ ആ ഒരു ഭാഷ നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹീറോയിൻ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ഇവർ ആഹാരമെല്ലാം കഴിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ റിക്ക് അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവൻ വന്നിട്ട് ഒരു തോക്ക് എടുത്ത് വെളിയിലേക്ക് വന്ന് ഹീറോയിന്റെ കയ്യിൽ കൊടുക്കും. അപ്പോൾ ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു തോക്ക് കൊണ്ടുവന്ന് RD എന്ന് പറഞ്ഞിട്ട് ആ ഒരു അപ്പൂപ്പനുണ്ടല്ലോ അപ്പൂപ്പന് കൊടുക്കും. കാരണം അപ്പൂപ്പൻ വേട്ടയാടി ജീവിക്കുന്നത് കൊണ്ട് ഇത് അപ്പൂപ്പന്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ആ ഒരു തോക്ക് അപ്പൂപ്പന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും യാത്ര ചെയ്ത് അടുത്തൊരു ഗ്രാമത്തിലേക്ക് എത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 4-5 വീടുകൾ ഉണ്ടെങ്കിൽ മാത്രം അതിനെ ഗ്രാമം എന്ന് വിളിക്കാം. പക്ഷെ എനിക്കുള്ളൊരു സംശയം എന്താണെന്ന് വെച്ചാല് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഇവർ എങ്ങനെയാണ് താമസിക്കുന്നതാണ്. ഇവർ തന്നെ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്തിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കാം, അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇവിടം വരെയാണ് നമ്മുടെ ഹീറോയിനോടൊപ്പം ആ അപ്പൂപ്പനും വരുന്നത്. ഇനി എന്തായാലും അങ്ങോട്ട് അപ്പൂപ്പൻ ഉണ്ടാവത്തില്ല. ഇപ്പൊ അപ്പൂപ്പൻ ഹീറോയിനോട് പറയുന്നുണ്ട്, മോളെ ഇനി നീ സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഇപ്പൊ ഇവിടെ തന്നെ 4-5 വീടുകൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് ഇതുപോലെ വീടുകൾ കാണണമെന്ന് പോലും പറയാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകണോ വേണ്ടത് തീരുമാനിക്കേണ്ടത് നീയാണ്. നിന്റെ തീരുമാനപ്രകാരം മാത്രമേ ഇനി എന്തായാലും സംഭവിക്കത്തുള്ളൂ. അതുകൊണ്ട് നീ പോകുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്
ഹീറോയിനോട് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും അവളിപ്പോ അതൊന്നും വലിയ കാര്യമാക്കാതെ തന്റെ യാത്ര എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം. അതിനുവേണ്ടി അതായിരുന്നല്ലോ അവളുടെ ലക്ഷ്യം. അതിനുവേണ്ടി അവൾ ആ ഒരു മാപ്പ് നോക്കുന്നു. ഇപ്പൊ അതേ സ്ഥലത്ത് റിക്ക് വന്നിട്ട് ഈ ഒരു അപ്പുവനോട് പറയും, ഞാനും അവളോടൊപ്പം പോകാനായിട്ട് നിൽക്കാണ്. മോനെ, നീ ഇത്രയും ദൂരം അവളോടൊപ്പം യാത്ര ചെയ്ത് വന്നത്, അവളെ സഹായത്തിന് വേണ്ടിയിട്ട് യാത്ര ചെയ്ത് വന്നതെല്ലാം ഓക്കെയാണ്. പക്ഷേ ഇനി അവളോടൊപ്പം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. കാരണം നീ അവളുടെ പിറകെ വന്നതുപോലെയല്ല അവൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നത്. അതുകൊണ്ട് അവൾക്ക് ഈ മരുഭൂമിയിലൂടെ സഞ്ചരിക്കാനുള്ള ആ ഒരു കഴിവുണ്ട്. നിനക്കൊരിക്കലും അതില്ല. അതുമല്ല, ഇനി അവളോടൊപ്പം പോകുന്നത് നിന്റെ മരണത്തെ നീ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ്. അവൾക്ക് പക്ഷെ അങ്ങനെയില്ല. അവൾക്കൊരാഗ്രഹമുണ്ട്. അതിലവൾ മരിച്ചാലും അവൾക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവൾ യാത്ര ചെയ്യുന്നത്. നീ അങ്ങനെയാണോ എന്നെല്ലാം ചോദിക്കുമ്പോൾ റിക്ക് അപ്പോഴും പറയുന്നത് ഞാൻ അവളോടൊപ്പം പോകുന്നത് തന്നെയാണ്. അപ്പോൾ അവരപ്പൂവൻ പറയും, ഓക്കെ, ഇനി നിന്റെ തീരുമാനമാണ്. നിനക്ക് അവളോടൊപ്പം പോകണമെന്നുണ്ടെങ്കിൽ നീ റോബിൻസണിനോട് തന്നെ ആ കാര്യം ചോദിക്കണമെന്ന് പറയുമ്പോൾ റിക്ക് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വന്നിട്ട്, റോബിൻസൺ, എനിക്ക് നിന്നോടൊപ്പം വരാൻ താല്പര്യമുണ്ട്. അവരെല്ലാവരും പറയുന്നത് നിന്നോടൊപ്പം വരണ്ടെന്നാണ്. പക്ഷെ ഇത്രയും ദൂരം വന്നിട്ട് നിന്നെ ഒറ്റയ്ക്ക് വിടാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല. ഇനിയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നിന്നെ ഒരിക്കലും ശല്യപ്പെടുത്തത്തില്ല. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിന്റെ കാര്യങ്ങൾ ഞാൻ ഫോട്ടോ എടുക്കും, അത്ര മാത്രമേ ഉള്ളൂ. നീ നിന്റെ ഇഷ്ടത്തിന് നടന്നു പോയിക്കൊണ്ടേയിരുന്നോ, നിന്നെ കണ്ടുപിടിച്ച് ഞാൻ പുറകെ തന്നെ വന്നോളാന്ന് പറയുന്നതും ഇപ്പോൾ ഹീറോയിൻ പറയും, ഓക്കെ, നീ എന്റെ പുറകെ തന്നെ വരാൻ പറയും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ഹീറോയിൻ ഒറ്റയ്ക്ക് ഇപ്പോൾ യാത്ര തുടങ്ങാണ്. ഈ അപ്പുവൻ പറഞ്ഞതുപോലെ ഇനി അങ്ങോട്ട് വീടുകൾ കാണണമെന്ന് പോലും നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇനി അങ്ങോട്ട് മണലും ചെറിയ കുറ്റിക്കാടുകളും ഇങ്ങനെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ കുറേ ദൂരം പോയിട്ട് ഒരിടത്ത് റെസ്റ്റ് എടുത്ത് അത് കഴിഞ്ഞ് വീണ്ടും യാത്ര ചെയ്യുന്നു. കാരണം ഇവിടെ അധികം നേരം അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയത്തില്ല. ഈ സ്ഥലം കഴിഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേണം. അങ്ങനെ കുറേ ദൂരം വന്നിട്ട് ഒരിടത്ത് റെസ്റ്റ് എടുത്ത് ഇപ്പൊ ആഹാരമെല്ലാം കഴിച്ചിട്ട് ബുക്കെല്ലാം വായിച്ചിരിക്കുമ്പോഴാണ് ഒരു കാര്യം അവൾ നോക്കുന്നത്, അവളുടെ കോമ്പസ് കാണാനില്ല. അത് ഇവിടെ പോയെന്ന് പോലും അവൾക്ക് അറിയാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ ഒരു കോമ്പസ് വരുന്ന വഴിക്ക് എവിടെയെങ്കിലും കളഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഹീറോയിൻ ഇപ്പോൾ പിറയിലോട്ട് പോകും. അതേപോലെ തന്നെ അവളുടെ നായുണ്ടല്ലോ ഡിജിറ്റി, അതിനെ കൂടെ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറെ ദൂരം നടന്നു വന്ന അവസാനം ആ ഒരു കോമ്പസ് അവൾ കണ്ടുപിടിച്ച ആ ഒരു സന്തോഷത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ വന്ന വഴി മറന്നുപോയി. ചുറ്റിനും നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ഒട്ടകങ്ങൾ എവിടെയാണെന്ന് അവൾക്ക് അറിയുന്നില്ല. കാരണം ഈ ഒരു ഒട്ടകങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൾ വന്നതുകൊണ്ട് ഈ ഒട്ടകങ്ങൾ പട്ടിണിയിടന്ന് മരിക്കുമല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് ആ നായ വന്ന വഴിയെ തിരിച്ചു പോന്നു. അപ്പോൾ ഹീറോയിൻ പറയും, ഡിജിറ്റി, ഹോം, വീട്ടിലേക്ക് പോകുന്ന ഇങ്ങനെ പറയുമ്പോൾ ആ നായ്ക്ക് മണം പിടിക്കാനുള്ള കഴിവുള്ളതുകൊണ്ട് അത് വന്ന വഴിയെ തന്നെ തിരിച്ച് ആ ഒരു ഒട്ടകങ്ങളുടെ അടുത്തേക്ക് മണം പിടിച്ച അവസാനം രണ്ടുപേരും ആ ഒട്ടകങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു. ഇതും കൂടി ആകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന് സന്തോഷം താങ്ങാൻ കഴിയുന്നില്ല. അതുമല്ല, ഈ മൃഗങ്ങള് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് ഹീറോയിൻ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ വീണ്ടും യാത്ര തുടങ്ങുന്നു. യാത്ര ചെയ്തു ഇപ്പൊ എവിടെയും നിൽക്കാതെയുള്ള യാത്രയാണ്. ചില സ്ഥലങ്ങളിൽ റെസ്റ്റ് എടുക്കും, പിന്നെയും പോവും. അങ്ങനെ പോയി ഇപ്പോൾ 126 ദിവസമായി. അങ്ങനെ കുറെ ദൂരം പോയിട്ട് ഇപ്പോൾ രാത്രിയിൽ ഹീറോയിനോട് അടുത്ത് റെസ്റ്റ് എടുത്ത് കിടക്കുമ്പോഴത്തേക്കാണ് അവളുടെ അടുത്തായിട്ട് തലയില് ഹെൽമെറ്റെല്ലാം ഇട്ട് ഒരു ബൈക്കർ പോലെ ഒരാള് വന്ന് നിന്നിട്ട് ഹീറോയിനോട് എന്തൊക്കെയോ കാര്യം പറയുന്നു. എന്താന്ന് വെച്ചാല്, ഞാനിപ്പോൾ ഇത്രയും ദൂരം സഞ്ചരിച്ചത് ഒരു സൂപ്പർ ബൈക്കിലാണ്. അതുകൊണ്ട് നീ എന്നോടൊപ്പം വന്നാലേ നിനക്ക് എത്തേണ്ട ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് പെട്ടെന്ന് ചെന്നെത്താന്നെല്ലാം പറയുമ്പോഴത്തേക്കും സത്യത്തിൽ ഇങ്ങനെ ഒരാൾ അവിടെ ഇല്ല. ഇതെല്ലാം ഹീറോയിന്റെ ഇമാജിനേഷനിൽ അവൾക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. കാരണം ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഹീറോയിൻ കുറെ ദൂരം വീണ്ടും നടന്നു പോകുമ്പോഴത്തേക്കും ഇപ്പോ ആ മരുഭൂമിയിൽ ഒരുപാട് മൃഗങ്ങളെ ചത്തു കിടക്കുന്നു. കാരണം വെള്ളം പോലും ഇല്ലല്ലോ, അതുപോലുള്ള സ്ഥലമാണ്. എന്തായാലും പിൻവാങ്ങാൻ കഴിയത്തില്ല. അതുകൊണ്ട് വീണ്ടും മുന്നിലോട്ട് കുറെ ദൂരം നടക്കുമ്പോഴത്തേക്കാണ് ഈ മരുഭൂമിക്ക് നടുവിലായിട്ട് ഒരു വീട് ഹീറോയിൻ കാണുന്നത്. ഇപ്പൊ അവിടെ ഒരു മുത്തശ്ശി മാത്രമേ വെളിയെ നിൽക്കുന്നു. ആ മുത്തശ്ശിയാണെങ്കിൽ ഹീറോയിനെ നോക്കിയിട്ട്, എന്താ മോളെ നീ ഇവിടെ ചെയ്യുന്നതല്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അവരുടെ അടുത്തേക്ക് വന്ന് അവരോട് കാര്യം പറയും. ഇതുപോലെ ഞാനൊരു യാത്ര ചെയ്യാണെന്നും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണെന്നെല്ലാം പറയുമ്പോൾ ആ മുത്തശ്ശി ഹീറോയിനെ കൂട്ടി അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൾക്ക് കഴിക്കാനായിട്ട് ആഹാരമെല്ലാം കൊടുക്കാണ്. അപ്പോൾ മുത്തശ്ശിയോടൊപ്പം ഒരു മുത്തശ്ശനുമുണ്ട്. ഇത്രയും ദൂരം ഈ ഒരു മരുഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് പറഞ്ഞാൽ ഇവരെ സമ്മതിച്ചു കൊടുക്കണമല്ലേ, അതും വയസ്സായിട്ടുള്ള രണ്ടുപേര്. അങ്ങനെ ഹീറോയിൻ ആഹാരമെല്ലാം കൊടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ പറയും, തനിക്ക് അമ്മയില്ല, അച്ഛനും സഹോദരിയും മാത്രമേ ഉള്ളൂ, അവളിങ്ങനെ ഒരു യാത്ര ചെയ്യാണ് എന്നെല്ലാം പറയുമ്പോൾ നീ വളരെ ധൈര്യമുള്ള ഒരു കുട്ടിയാണെന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ ആ ഒരു മുത്തശ്ശി ഹീറോയിനെ സ്വന്തം മകളെ പോലെ അവിടെ ഇരുത്തി കുളിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കാണ് ഇത്രയും നേരം ഹീറോയിൻ ആ ഒരു മരുഭൂമിയിലൂടെ നടന്നു വരുമ്പോൾ അവളുടെ മുഖം എങ്ങനെയായിരുന്നു, ഇപ്പൊ അവളുടെ മുഖം നോക്ക്, നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെ അവൾക്കായിട്ടൊരു റൂം അവർ കൊടുക്കുമ്പോഴത്തേക്കും അവൾ അതിൽ കിടന്ന് നല്ലതുപോലെ ഉറങ്ങുന്നുണ്ട്. അങ്ങനെ ഉറങ്ങുമ്പോഴാണ് ഹീറോയിൻ തന്റെ അച്ഛന് സ്വപ്നം കാണുന്നത്. സത്യത്തിലെ ഹീറോയിന്റെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയി. ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം അവളുടെ അച്ഛൻ പറയുന്നത് പോലെ ആ സ്വപ്നമെല്ലാം കണ്ട് അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിൻ ഇപ്പോൾ അവരോട് യാത്ര പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോവാനായിട്ട് നിൽക്കാണ്. ഇതുപോലെ ഞാൻ പോവാണ്, നിങ്ങൾ ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്ക് നന്ദിയുണ്ടെന്നെല്ലാം പറയുമ്പോൾ ആ ഒരു മുത്തശ്ശിയും മുത്തശ്ശനും ഹീറോയിന് കഴിക്കാനായിട്ടുള്ള ആഹാരം, വെള്ളം ഇതെല്ലാം വലിയൊരു ചാക്കിൽ കെട്ടി അവളുടെ കയ്യിൽ കൊടുക്കും.
എന്നിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ യാത്ര ചെയ്യണമെന്നും പറഞ്ഞ് ഹീറോയിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും ഹീറോയിൻ ഇപ്പോൾ ആ ഒരു ഒട്ടകങ്ങളെയും കൂട്ടി തന്റെ ആ ഒരു ഡിജിറ്റി എന്ന് പറഞ്ഞ നായനെയും കൂട്ടി വീണ്ടും തന്റെ യാത്ര തുടങ്ങാണ്. ഇപ്പൊ ആ ഒരു മുത്തശ്ശിയും മുത്തശ്ശനും അവർക്ക് നല്ല ടെൻഷനുണ്ട്. ഹീറോയിൻ എങ്ങനെയെങ്കിലും ഈ ഒരു മരുഭൂമി കടക്കണമെന്ന് അവര് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ വീണ്ടും ഈ ഒരു ഒട്ടകങ്ങളെയും കൊണ്ട് കുറേ ദൂരം യാത്ര ചെയ്ത് പോകുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഒരിടത്ത് ഒരു കങ്കാരു ചത്തു കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ആഹാരമായിട്ട് കഴിക്കാമെന്നും പറഞ്ഞ് കത്തിയെടുത്ത് നേരെ അതിനെ കൊത്തി കീറാനായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഈ അപ്പൂവൻ പറഞ്ഞ കാര്യമുണ്ടല്ലോ അത് ഹീറോയിൻ ആലോചിക്കും. അതുപോലെ ആ ഒരു അപ്പൂവൻ അത്രയും പറഞ്ഞ് പേടിപ്പിച്ച് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ അതിനെ ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് മുട്ടകളെയും കൂട്ടി പിന്നെയും മുന്നോട്ട് തന്നെ പോവാണ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് കുറെ ദൂരം ചെന്ന് ഇവരെല്ലാവരും ആഹാരമെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഹീറോയിനും ഡിജിറ്റിയും നല്ലതുപോലെ ആഹാരം കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് രാത്രിയിലേക്ക് കിടന്ന് ഉറങ്ങുമ്പോഴാണ് നല്ല ഇരുട്ടാകുമ്പോഴത്തേക്കും ഡിജിറ്റി പെട്ടെന്ന് വേറെ എങ്ങോട്ടോ ഓടിപ്പോകുന്നു. ഹീറോയിൻ കണ്ണുറന്ന് നോക്കുമ്പോഴത്തേക്കും ഡിജിറ്റി കരയുന്ന ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്. അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അങ്ങനെ ഹീറോയിൻ ടോർച്ച് കൊടുത്ത് ഡിജിറ്റിയുടെ അടുത്തേക്ക് ചെന്ന് നടന്നു പോകുന്ന വഴിക്കാണ് എന്തോ ഒരു കുപ്പി അവിടെ കിടക്കുന്നു. അതുമല്ല ഡിജിറ്റിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ആ ഒരു കുപ്പിയിലുള്ള വെള്ളം കുടിച്ചെന്ന് തോന്നുന്നു. അപ്പൊ അതെന്താണെന്ന് വെച്ചാൽ പോയിസൺ കലർന്ന എന്തോ ഒരു വെള്ളമായിരുന്നു. അത് കുടിച്ചതുകൊണ്ട് ഡിജിറ്റിക്ക് ഒട്ടും വയ്യ. അവൻ അതുപോലെ ശബ്ദം ഉണ്ടാക്കി നല്ലതുപോലെ വേദന കാരണം കരയുന്നുണ്ട്. ഹീറോയിന് ഇപ്പൊ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ആവുന്നതും ഡിജിറ്റി വേദന സഹിക്കാൻ കഴിയാതെ അവിടെ തന്നെ അങ്ങനെ തന്നെ കിടന്ന് കരയാണ്. ഇപ്പൊ ഇതൊന്നും കണ്ട് ഹീറോയിന് സഹിക്കാൻ കഴിയത്തില്ലല്ലോ. അവൻ ഈ വേദന കൊടുക്കണ്ടെന്ന് വിചാരിച്ച് വേറെ വഴിയില്ലാതെ ഹീറോയിൻ ഡിജിറ്റിയെ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം ഹീറോയിൻ അവിടെ നിന്ന് പോകത്തില്ല. ഡിജിറ്റിയെ ആലോചിച്ച് വിഷമിച്ച് അവിടെ തന്നെ കിടക്കും. കാരണം ഇത്രയും കാലം തന്റെ കൂടെ ഉണ്ടായിരുന്നൊരു ഡോഗ്, അത് അവൾ അത്രയും സ്നേഹിക്കുന്നൊരു ഡോഗ്, അത് തന്നെ വിട്ട് പോകുമ്പോഴത്തേക്കും അവൾക്ക് എങ്ങനെയുണ്ടാവും? അതുകൊണ്ട് ആ ഒരു മാനസികാവസ്ഥയിൽ ഹീറോയിൻ അവിടെ നിന്ന് പോവാതെ 2-3 ദിവസം അവിടെ തന്നെ കഴിയാണ്. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും അവൾ കുട്ടിക്കാലത്തുള്ള പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. വിചിത്രമായിട്ടുള്ള പല കാര്യങ്ങളും അവൾ സ്വപ്നം കാണുന്നുണ്ട്. ഇപ്പോൾ ഒരു പാമ്പ് അവളുടെ മുകളിലൂടെ എഴഞ്ഞു പോകുന്നുണ്ട്. അതുപോലും ശ്രദ്ധിക്കാതെ ആ ഒരു ഒട്ടകങ്ങൾക്ക് ആഹാരം പോലും കൊടുക്കാതെയാണ് അവൾ അവിടെ തന്നെ കിടക്കുന്നത്. ആ ഒരു മാനസികാവസ്ഥയായിപ്പോയി അവള്. അതുമല്ല അവൾ ഇപ്പോൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ ഒരു ഒട്ടകങ്ങളെയും കാണാനില്ല. ഹീറോയിൻ ആകെ പേടിച്ചിട്ട് കുറേ ദൂരം നടന്നു വന്ന് ചുറ്റിനും നോക്കുമ്പോഴത്തേക്കാണ് ഈ പുല്ലെല്ലാം ഉള്ള ഒരു ഭാഗത്ത് ആ ഒട്ടകങ്ങൾ നിൽക്കുന്നുണ്ട്. അവർക്കും വിശന്നു പോയി 2-3 ദിവസം ഇങ്ങനെ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ ഡിജിറ്റിയും ഇല്ല, ഈ ഒരു ഒട്ടകങ്ങളും ഇല്ലാന്നുണ്ടെങ്കിൽ ഹീറോയിൻ ഒരിക്കലും ഈ ഒരു യാത്ര പൂർത്തിയാക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ആ ഒരു ഒട്ടകങ്ങളെയൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എവിടെയാ പോയി തന്നെ വിട്ടിട്ട് എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ ആ ഒരു ഒട്ടകങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഇനി എവിടെയും പോകരുതെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ ഒരിടത്ത് വന്നിട്ട് റെസ്റ്റ് എടുക്കാണ്. അങ്ങനെ നോക്കുമ്പോഴാണ് കുറെ ദൂരം നിന്ന് വീണ്ടും വേറെ ചില വണ്ടികൾ വരുന്നു. ഇത് കാണുന്ന ഹീറോയിൻ വിചാരിക്കും ഓക്കെ പിന്നെ അവർ വന്നേക്കാണ്, എന്തായാലും ഒളിച്ചിരിക്കാന്നും പറഞ്ഞിട്ട് ഇത് ടൂറിസ്റ്റുകളാണെന്ന് വിചാരിച്ച് ഹീറോയിൻ അവിടെ ഒളിച്ചിരിക്കുന്നതും അവരോടൊപ്പം തന്നെ നമ്മുടെ റിക്ക് ഉണ്ടല്ലോ അവനും വരുന്നുണ്ട്. ഇപ്പൊ എന്താന്ന് വെച്ചാല് അവരെല്ലാവരും ഈ ഒട്ടകങ്ങളെ കണ്ട് വണ്ടി അവിടെ നിർത്തുന്നതും ഹീറോ അവിടേക്ക് വന്നിട്ട് റോബിൻ എവിടെയുണ്ട്, ഞാൻ വന്നു എന്ന് പറയുന്നതും ഹീറോയിൻ ഓടി വന്നിട്ട് ഹീറോയെ കെട്ടിപ്പിടിക്കും. ഏയ് നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഓക്കെ ആണെന്ന് പറയുന്നതും ഇപ്പൊ അവിടെയുള്ള എല്ലാവരും ഹീറോയിനെ വന്ന് ഫോട്ടോ എടുക്കാൻ പോവാണ്. അപ്പോൾ റോബിൻ അവരെല്ലാവരും തടയും. ഏയ് നിങ്ങൾ അവൾക്ക് ഇത്തിരി സമാധാനം കൊടുക്കുക, എല്ലാവരും പെട്ടെന്ന് വന്നിട്ട് ഇങ്ങനെ അവളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ എന്നെല്ലാം പറഞ്ഞിട്ട് ഇവരെല്ലാവരെയും മാറ്റി നിർത്തും. സത്യത്തിലെ റിക്ക് ഈ ന്യൂസ് ചാനലുകളുണ്ടല്ലോ അതിലുള്ള ആളുകളെയാണ് വിളിച്ചോണ്ട് വന്നത്. അവൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത ആ ഒരു കാര്യം അത് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി. എന്നിട്ടാണ് റിക്ക് ചോദിക്കുന്നത് അല്ല ഡിജിറ്റി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഡിജിറ്റി മരിച്ചുപോയ ആ ഒരു കാര്യം ഹീറോയിൻ പറയാണ്. ഇപ്പൊ അടുത്ത ദിവസം ആവുന്നതും അവിടെ വന്ന് എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഹീറോയിനോടൊപ്പം ഉള്ളത് റിക്ക് മാത്രമാണ്. അവൾക്ക് വെള്ളം ചൂടായി കൊടുക്കുന്നത്, ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് റിക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോൾ ഒരു അവസരത്തിൽ നല്ലതുപോലെ പൊട്ടി കരയാൻ തുടങ്ങും. ഡിജിറ്റി ആലോചിച്ചിട്ട് അവനില്ലാതെ ഞാൻ ഒരിക്കലും നിന്നതില്ല, അവനില്ലാതെ എനിക്ക് ഒരിക്കലും കഴിയത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവളുടെ ആ ഒരു വിഷമമല്ല അവൾ കരഞ്ഞു തീർക്കുന്നു. അതുമല്ല തനിക്ക് ഈ ഒരു യാത്ര പൂർത്തിയാകാൻ കഴിയോ എന്ന് വരെ അവൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റിക്ക് അവളെ സമാധാനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് ഇല്ല നിന്നെ കൊണ്ട് കഴിയും, നിന്നോടൊപ്പം ഞാനുണ്ട്, ഒരു കാരണവശാലും നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല എന്നെല്ലാം പറഞ്ഞ് അവൻ സമാധാനപ്പെടുത്താണ്. സ്റ്റാർട്ടിങ്ങിൽ ഹീറോയിൻ അവനെ പറഞ്ഞു വിടാനാണ് ശ്രമിച്ചത്. പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അവൻ്റെ ഒരു സഹായം അവൾക്ക് എത്രത്തോളം അത്യാവശ്യമാണെന്ന് ഇപ്പോൾ അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുമല്ല നമ്മുടെ റിക്കിനെ സമ്മതിക്കണം, ഇത്രയും പ്രശ്നം വന്നിട്ടും അവസാനം വരെയും അവളോടൊപ്പം വരുമെന്ന് പറഞ്ഞ് അവളെ ഓരോ സാഹചര്യത്തിലും അവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായിച്ചു. ഇതാണ് യഥാർത്ഥ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ റിക്ക് തന്റെ ജീപ്പ് എടുത്ത് വീണ്ടും അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ പോകുന്ന വഴിക്ക് തന്നെയാണ് അവൻ പോയി നിൽക്കുന്നത്. ഇപ്പോൾ ഹീറോയിൻ തന്റെ ഒട്ടകങ്ങളുമായിട്ട് അങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കാണ് റിക്കിനോടൊപ്പം കുറെ ചെറിയ കുട്ടികളും അതേപോലെ തന്നെ അവരുടെ കുടുംബം എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഹീറോയിനെയും ഈ ഒട്ടകങ്ങളെല്ലാം കാണുമ്പോഴത്തേക്കും അവരെല്ലാവരും വന്നിട്ട് ആ ഒരു ഒട്ടകങ്ങളുടെ മുകളിൽ കയറി യാത്ര ചെയ്യുന്നു. കുട്ടികൾ മാത്രമല്ല അവരുടെ മാതാപിതാക്കള് എല്ലാവരും ആ കാര്യം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹീറോയിന് നല്ല സന്തോഷമായിട്ട് ഒരുപാട് നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഹീറോയിൻ യാത്ര തുടങ്ങുന്നു.
ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നല്ല മരുഭൂമിയായിട്ടുള്ള പ്രദേശം, മണൽ മാത്രമേ ഉള്ളൂ, ഒരു ചെറിയ ചെടി പോലുമില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്ക് രാത്രിയാവുന്നു, റെസ്റ്റ് എടുക്കുന്നു, അടുത്ത ദിവസം രാവിലെയായി. വീണ്ടും മുന്നോട്ട് പോകുന്നു, അടുത്ത ദിവസം രാത്രിയാവുന്നു, വീണ്ടും പകലാവുന്നു, റെസ്റ്റ് എടുക്കുന്നു. ഇങ്ങനെ മാറി മാറി ഒരുപാട് ദിവസം. ഇപ്പൊ യാത്ര ചെയ്ത് 195 ദിവസമായി. അങ്ങനെ ഇനിയാണെങ്കിലും അങ്ങോട്ട് വെള്ളവും ഇല്ല, ആഹാരവും ഇല്ല, ആ ഒരു അവസ്ഥയായിപ്പോയി. അങ്ങനെ എന്തു വന്നാലും തന്റെ യാത്ര അവസാനിപ്പിക്കരുതെന്ന് പറഞ്ഞ് വീണ്ടും റെസ്റ്റ് എടുത്ത് യാത്ര തുടങ്ങുന്നു, റെസ്റ്റ് എടുക്കുന്നു, യാത്ര ചെയ്യുന്നു. അവസാനം നടന്ന് നടന്ന് കുറച്ച് മുന്നിലേക്ക് നോക്കുമ്പോഴാണ് മുന്നിലായിട്ട് വലിയൊരു കടൽ ഹീറോയിനെ കാണാൻ കഴിയും. അങ്ങനെ ആ ഒരു ഒട്ടകങ്ങളെയും കൊണ്ട് അവിടേക്ക് ചെല്ലുന്നതും ആ ഒരു ഇന്ത്യൻ സമുദ്രത്തിന്റെ ഭാഗമുണ്ടല്ലോ, അവിടേക്കാണ് ഹീറോയിൻ എത്തിയിട്ടുള്ളത്. ഇത് കാണുന്നത് ഹീറോയിൻ നല്ല സന്തോഷമായി. കാരണം അവളുടെ ആ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിവിടെ വെച്ചിട്ട് പൂർത്തിയാവാൻ പോവാണ്. അപ്പൊ അതിലെ ഗോലിയാത്ത് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഒട്ടകം ഉണ്ടല്ലോ, ആ ഒരു ഒട്ടകത്തിനെ പെട്ടെന്ന് കടലിലേക്ക് വലിച്ചിറക്കി ഹീറോയിനും വെള്ളത്തിലിറങ്ങി ചാടുകയാണ്. അതേസമയം നമ്മുടെ റിക്കും അവിടെ തന്നെയുണ്ട്. കാരണം അവനും അത്രേ സന്തോഷമായി. അവൻ ഈ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഹീറോയിൻ ആ ഒരു കടലിലിറങ്ങി നല്ലതുപോലെ കുളിക്കുന്നു. അതോടെ ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ എന്താണ്, നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹം അത് നമ്മൾ സത്യസന്ധമായിട്ട് അത് നടത്തണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാലേ അത് എത്ര ബുദ്ധിമുട്ടായാലും നമുക്കത് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. അതിൽ സ്ത്രീയെന്നോ പുരുഷനെന്നോ അങ്ങനെയൊന്നുമില്ല. ആഗ്രഹം സത്യമായിരിക്കണം, അതിനുവേണ്ടി നല്ലതുപോലെ പരിശ്രമിക്കണം. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് എന്താണ്, ഞാൻ പറഞ്ഞ ആ ഒരു സർപ്രൈസ് ഇതൊരു യഥാർത്ഥ സ്റ്റോറിയാണെന്ന് പറഞ്ഞല്ലോ. അതിൽ യഥാർത്ഥ റോബിൻ ഡേവിഡ്സൺ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടി, അത് ദേ ഇവരാണ്. അന്ന് നമ്മുടെ റിക്ക് എടുത്ത ആ ഒരു ഫോട്ടോസാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇത് വെറും ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊരാളുടെ റിയൽ ലൈഫാണ്. അതുകൊണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക, അത് പൂർത്തിയാക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് കാണുന്നതുവരെയും ബൈ.